ഇടുക്കി പണിക്കൻകുടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ആൾതാമസം കുറവുള്ള പ്രദേശത്തെ ഇവരുടെ വീട് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലായിരുന്നു. അപകടമുണ്ടായത് എങ്ങനെയെന്നതിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വളരെ ദാരുണമായ ഒരു അപകട വാർത്തയാണ് പുറത്തുവരുന്നത്. പക്ഷേ ഈ അപകടത്തിലൊരു ദുരൂഹത, അവ്യക്തതയൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണല്ലേ? വളരെ വൈകിയാണ് ഈ വിവരം പുറംലോകം അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ കൊമ്പൊടിഞ്ഞാലിൽ ഇവരുടെ വീട് അഗ്നിക്കിരയായുള്ള വിവരം പുറംലോകം അറിയുന്നത്. തള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭയുടെ മാതാവ് പൊന്നമ്മ, ശുഭയുടെ മക്കളായ അഭിനവ് എന്നിവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ സമീപവാസികൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് നോക്കിയപ്പോഴാണ് ഈ വീട് കത്തിയതായി കാണുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വീട്ടിലുള്ളിൽ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്ന തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഇതിൽ ഈ അഭിനവിന്റെ മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് തിരിച്ചറിഞ്ഞത്. മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. വീട് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഉൾപ്രദേശമാണ്. അധികം ആൾതാമസം ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉണ്ടായ വിവരങ്ങൾ എങ്ങനെയാണ് തീപിടിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടത് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തൂവൽ പോലീസാണ് ഈ സ്ഥലത്തെത്തി പ്രാഥമികമായി ഇന്നലെ തന്നെ അന്വേഷണം നടത്തിയിരുന്നു. ഒരു ദിവസം മുമ്പ് ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ള ഒരു സൂചനകളാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. അതിന് ശേഷമാണ് ഈ പുറംലോകം ഈ കാര്യം അറിയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. എന്ത് രീതിയിലാണ് ഈ തീ പിടിക്കാനുള്ള കാരണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ശുഭയുടെ ഭർത്താവ് അനീഷ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. കോവിഡ് കാലത്തോടനുബന്ധിച്ചുള്ള ശാരീരിക അസ്വസ്ഥതകളോടെല്ലാം തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.